വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കുമേൽ നീ ഭാരങ്ങൾ വഹിപ്പിക്കരുത്. കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന, ഞങ്ങൾക്ക് മുമ്പുള്ളവർക്കുമേൽ നീ വഹിപ്പിച്ചതുപോലെയുള്ള ഭാരങ്ങൾ ഞങ്ങൾക്കുമേൽ നീ വഹിപ്പിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് ആ ഇസ്ർ എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ സൂറത്ത് അറാഫിലെ ഒരു ആയത്തിലൂടെ നമ്മൾ പരിശോധിച്ചു അല്ലേ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നോക്കി വരാൻ പറഞ്ഞിരുന്നു. എന്താണ് ഈ പ്രാർത്ഥനയുടെ ഇപ്പോഴത്തെ പ്രസക്തി? കാരണം ഈ ഇസ്ർ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് മുമ്പുള്ള സമൂഹത്തിനുണ്ടായിരുന്ന ഇസ്ർ എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തൊക്കെയായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ? 5-6 കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ലേ. ഒന്ന്, കൊലപാതകം മാത്രമായിരുന്നു മുൻ സമുദായത്തിനുണ്ടായിരുന്ന ശിക്ഷ. എന്നാൽ മുഹമ്മദ് നബിൻ്റെ സമുദായത്തിന് കൊലപാതകം മാത്രമല്ല ശിക്ഷ. ബന്ധുക്കൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഒരു സംഖ്യ തീരുമാനമാക്കിയിട്ട് അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഷിർക്കിന് കൊലപാതകമായിരുന്നു അവർക്കുണ്ടായിരുന്ന ശിക്ഷ. എന്നാൽ മുഹമ്മദ് നബിയുടെ സമുദായത്തിന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വനീമത്ത് സ്വത്തുക്കൾ, യുദ്ധാർജിത സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ മുഹമ്മദ് നബിയുടെ സമൂഹത്തിന് അത് ഉപയോഗിക്കാം. പിന്നെ ശനിയും ഞായറും ദിവസങ്ങളിൽ അവർക്ക് ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു നിയമം മുഹമ്മദ് നബിയുടെ സമൂഹത്തിന് ഇല്ല. പിന്നെ കർക്കശമായ കുറേ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ നിയമങ്ങളൊന്നും നമ്മളെ മേലില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മുൻ സമൂഹത്തിനുള്ള ഇസ്രായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയും ഒരു വഹിയിലൂടെയാണ് എന്താക്കുന്നത്? മുൻ സമൂഹത്തിനുണ്ടായിരുന്ന ഭാരങ്ങളെ ഒരു വഹിയിലൂടെയാണ് ഈ സമൂഹത്തിന് ഇല്ലാതെയാക്കുന്നത് അല്ലേ. അപ്പം ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഇത് വഹി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യം? നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നിയമം നമുക്ക് കുറഞ്ഞു കിട്ടില്ലല്ലോ. നിസ്കാരം 5 റക്അത്തുള്ളത് 5 വക്തുള്ളത് 4 വക്താക്കി കിട്ടുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇളവും കാര്യങ്ങളൊന്നും നമുക്ക് ഇനി കിട്ടാനില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന എന്ന പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് കണ്ടെത്തി വരാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയനോ? ആലോചിച്ചപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. എന്തെങ്കിലും കിട്ടിയിരുന്നോ? ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിന് കിട്ടിയോ? ഇല്ല. അപ്പോൾ നമുക്ക് സൂറത്ത് ആൽ ഇമ്രാനിലെ 3-ാം അധ്യായം, സൂറത്ത് ആൽ ഇമ്രാനിലെ 159 മുതൽ 164 വരെയുള്ള ആയത്തുകൾ ഒന്ന് ഓതുക എല്ലാവരും. ആൽ ഇമ്രാനിലെ 159, 3-ൽ 159 മുതൽ 164 വരെ. ആൽ ഇമ്രാനിലെ 103-ാം അധ്യായം 159 മുതൽ 164 വരെയുള്ള ആയത്ത് ഓതിക്കോളി. فاعف عنهم واستغفر لهم وشاورهم
റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബിലിന എന്നത് ഇന്ന് നമുക്ക് പ്രസക്തമാകുന്ന ചില കാര്യങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പ്രതിപാദിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് ശ്രദ്ധിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് വലിയ ഔദാര്യമാണ് നൽകിയത്. വലിയ ഔദാര്യം, വലിയ അനുഗ്രഹം. ഈ ആയത്തുകൾ, നമ്മൾ ഓതിയ ആയത്തുകൾ അവസാനിക്കുന്നത് ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. എങ്ങനെയാണ് ആ അനുഗ്രഹം നമുക്ക് കിട്ടിയത്? ഈ ഗ്രന്ഥം നമുക്ക് അല്ലാഹു നൽകി. അതോടൊപ്പം അത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശങ്ങളും നമുക്ക് നൽകി. ഇത് പാലിക്കാതെ വരുമ്പോൾ നമ്മൾ മുൻ സമൂഹത്തെ പോലെയാകും. മനസ്സിലാകണ്ട? ഇത് കൃത്യമായി പാലിക്കാതെ വരുമ്പോൾ നമ്മളും ആരെപ്പോലെയാകും? മുൻ സമൂഹത്തെ പോലെ ആകും. മുൻ സമൂഹത്തിന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സുഹത്ത് അല്ലെങ്കിൽ സഹത്ത് രണ്ടും പറയും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വെറുപ്പും കോപവും അവർക്കുണ്ടായി. ആർക്ക്? മുൻ സമൂഹത്തിന്. അപ്പം അള്ളാഹുവേ, നിൻ്റെ വെറുപ്പും നിൻ്റെ കോപവും മുൻ സമൂഹങ്ങൾക്കുണ്ടായതുപോലെ ഞങ്ങൾക്കുമേൽ നീ തരല്ല പടച്ചോനെ. മനസ്സിലായ? അതാണെന്ത് റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിന എന്ന് പറഞ്ഞത്. ശരിക്കും ക്ലിയറായി മനസ്സിലാക്കി വെക്കണം. മുൻ സമൂഹം അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് അകന്നു. പ്രവാചകന്മാരിലൂടെ നൽകിയ ദിവ്യ സന്ദേശങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു. അപ്പോൾ എന്തുണ്ടായി? അവർക്കുമേൽ അള്ളാഹുവിൻ്റെ വെറുപ്പും അള്ളാഹുവിൻ്റെ കോപവും അവർക്കുമേൽ ഉണ്ടായി. ആ വെറുക്കും കോപവും ഉണ്ടായപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത് അവരുടെ ജീവിതത്തിൽ വന്നു. എങ്ങനെ? അവർക്ക് താങ്ങാൻ പറ്റാത്തത് അവർക്ക് വന്നു. പല നിയമങ്ങളും അവർക്ക് മേൽ വന്നത് അവരുടെ ചെയ്തികൾ കാരണം, പ്രവർത്തനങ്ങൾ കാരണം. വലിയ ഭാരമുള്ള നിയമങ്ങൾ അവർക്ക് മേൽ വരാനുള്ള കാരണം എന്താ? അവരുടെ പ്രവർത്തനങ്ങൾ കാരണം. ഇപ്പോൾ പശുക്കുട്ടിയെ ആരാധിച്ചവരെ കൊല്ലണം എന്ന നിയമം ഇറങ്ങാനുള്ള കാരണം എന്താ? ആലോചിച്ചണോ? നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പശുക്കുട്ടിയെ ആരാധിച്ചു എന്നുള്ളത് ഇപ്പം ഒരെ കൊല്ലാൻ മാത്രമുള്ള തെറ്റാണോ? പശുക്കുട്ടിയെ ആരാധിച്ച ആളുകളെ കൊല്ലണം എന്നുള്ള നിയമം വരാനുള്ള കാരണം എന്തായിരുന്നു? അവർ അല്ല അതേപോലെ ശിർക്കൊന്നും ആൾക്കാർ ചെയ്യണില്ലേ? ചെയ്യണ്ടല്ലോ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരിക്ക് തൗഹീദ് ശരിക്ക് ബോധ്യപ്പെട്ട ഭൗതിക ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലതും. മനസ്സിലാകണ്ട? സമുദ്രത്തിൽ അടിച്ചപ്പോൾ സമുദ്രം പിളർന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരവർ. നമ്മൾ ഖുറാനിൽ വായിക്കണേ ഉള്ളൂ. അതായത് ഇന്നാല മുദ്റക്കുൻ, മൂസ ഇനി രക്ഷയില്ല, പിടിക്കപ്പെടുകയാണ്. കാരണം എന്താ? ബാക്കിൽ ആരാണ്? ഫിറൗനും അനുയായികളുമാണ്, പട്ടാളക്കാരാണ്. മുന്നിൽ കടലാണ്. ഇനി അങ്ങോട്ട് ഓടും. ഇന്നാല മുദ്റക്കുൻ, പിടിക്കപ്പെടും എന്ന് പറയാനുള്ള കാരണം എന്താ? ആ പിടിച്ചെന്താ പ്രശ്നം? ഓലെ പിടിച്ച എന്താ ഫിറൗൻ ചെയ്യുക?
കൊല്ലാന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവരുടെ ഇടത് കൈ വെട്ടും വലത് കാലും വെട്ടും, അല്ലെങ്കിൽ വലത് കൈ വെട്ടും ഇടത് കാല് വെട്ടും, എന്നിട്ട് അവരെ ക്രൂശിക്കും. ലൗക്കത്യാന്ന ഐദിയക്കും വർജുലക്കും മിൻ ഖിലാഫ് വല ഉസല്ലിബന്നക്കും. അതാണ് ശിക്ഷ. കൈകാലുകൾ എതിർ ദിശയിൽ വെട്ടിയിട്ട് ബാക്കിയുള്ള ഒരു കയ്യും കാലും ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും? കുരിശിൽ തറക്കും, ക്രൂശിക്കും, ആണി അടിച്ചിട്ട്. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അവരെ കൊല്ലും. വൈനല മുതറക്കുൻ, പിടിക്കപ്പെടും. ഈ ഘട്ടത്തിൽ അവരെ കൂടെ ആരുണ്ട്? മൂസാ നബി അവരെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ പ്രവാചകനുണ്ട്. അവർ വിശ്വസിച്ച് കൂടെ കൂടിയ, അവർ വിശ്വസിക്കാൻ കാരണമായത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വിശ്വസിക്കാൻ കാരണമായത് എവിടുന്നാണ്? വിശ്വസിച്ച് കൂടിയത് എവിടുന്ന? മൂസാ നബിൻ്റെ കൂടെ കൊട്ടാരത്തു നിന്ന് അല്ലേ? എന്ത് കണ്ടിട്ടാണ് കൂടിയത്? ദൃഷ്ടാന്തം, മോചിതത്ത് കണ്ടിട്ട് കൂടിയതാ. മൂസാ നബിൻ്റെ പാമ്പ് മറ്റതൊക്കെ കയറിട്ടത്, വടിക്കഷ്ണങ്ങളിട്ടത് പാമ്പായത് ജാലവിദ്യയാണ്, മാജിക്കാണ്. അത് ഒറിജിനലല്ല. മൂസാ നബിൻ്റെ വടി ഒറിജിനൽ പാമ്പാ. മൂസാ നബി വടിയിട്ടപ്പോൾ ആയ പാമ്പ് ഒറിജിനൽ പാമ്പാണ്. അത് കണ്ട് ബോധ്യപ്പെട്ട് മൂസാ നബി വരെ, മൂസാ നബിനോട് ഇടാനേ പറഞ്ഞിട്ടുള്ളൂ, എന്താകുക എന്ന് പറഞ്ഞിട്ടില്ല. ഇട്ടപ്പോഴാണത് പാമ്പായത്. മൂസാ നബി കണ്ട്, മൂസാ നബി പേടിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് എന്താകുക എന്നുള്ളത് ഒരു മേജിക്കാരൻ പേടിക്കുമോ? ഒരു മേജിക്കാരൻ്റെ വടിയിട്ടാൽ അത് പാമ്പാണെന്ന് പറഞ്ഞാൽ പേടിക്കൂലല്ലോ. മൂസാ നബി പേടിച്ചു. ഖുർആൻ പറയാണ്, പേടിച്ചു, ആകെ ബേജാറായി. കാരണം മൂസാ നബി വടി ഇട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് പാമ്പാണാകുക എന്ന് ആരറിഞ്ഞത്? മിടാനേ പറഞ്ഞിട്ടുള്ളൂ മൂസാ നബിനോട്. ഇട്ട എന്താകുക എന്ന് ആദ്യം പറഞ്ഞിട്ടില്ല, ഇട്ടപ്പോഴാണ് പാമ്പായത്. ഇത് ആര് കാണാണ്? അവിടെ ഉള്ള ആൾക്കാർ കാണാണ്. ഫിറൗൻ്റെ കൊട്ടാരത്തിലുള്ള ഫിറൗൻ്റെ സ്വന്തം ആൾക്കാരാണ് അവരൊക്കെ. അത് കണ്ടിട്ടാണ് ആമന്ന ബി റബ്ബി മൂസ വഹാറൂൻ എന്ന് പറഞ്ഞത്. ആ ദൃഷ്ടാന്തം കണ്ടിട്ട് മുസ്ലിമീങ്ങളായ ആൾക്കാരാണ്. അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, മൂസ ദൈവദൂതൻ തന്നെയാണ് എന്ന് വിശ്വസിച്ചു. കണ്ണുകൊണ്ട് കണ്ടിട്ട് മൂസാ നബിൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നിങ്ങൾ പറയേ, എവിടെ ഉള്ളത്? കടലിൻ്റെ മുമ്പിലുള്ളത് അല്ലേ? ഈ മൂസാ നബി ഒപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇവരെ ചെയ്തികൾ, ഇവരെ പ്രവർത്തനങ്ങളാണ് ഈ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായ? ഈ ഇസ്ർ ഭാരമുള്ള നിയമങ്ങൾ ഇറങ്ങുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് ഇറങ്ങിയത്. അവരുടെ മേലുണ്ടായ ഭാരങ്ങൾ മുഴുവനും അവരെ സ്വന്തം പ്രവർത്തനം കൊണ്ടാണ്. അത് അതിലൊരു ഒന്നാണെന്ത്? ഈ പശുക്കുട്ടിനെ ആരാധിച്ചവരെ കൊല്ലണം എന്ന് പറഞ്ഞ് ആ നിയമം എന്തുകൊണ്ടാണ് അങ്ങനെ കൊല്ലണം എന്നുള്ള നിയമം ഇറങ്ങാൻ കാരണം അവരെ ചെയ്തികളാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ട് അവരെ പ്രവർത്തനം അത്രയും മോശപ്പെട്ട പ്രവർത്തനമാകാൻ കാരണം മൂസാ നബീനെ അവർ വിശ്വസിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ സത്യവിശ്വാസികൾ വിശ്വസിച്ചത് അത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ കേട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നബി പറഞ്ഞു കൊടുത്തിട്ടും അതിലാണ്ട് വിശ്വസിക്കണം ഓല് അല്ലേ? ഇവർ അതിലപ്പുറം തൗറാത്ത് വായിച്ചിട്ടും ഇഞ്ചിൽ വായിച്ചിട്ടൊക്കെ വിശ്വസിച്ചതാ, നേരിട്ട് കണ്ടിട്ടാ. അപ്പോൾ അവർക്ക് എത്ര ശക്തി കൂടണം ഈമാനിന്? എന്നിട്ടാണ് ഓര് ഇവിടെ വെച്ചിട്ട് പറഞ്ഞത് എന്ത്? മൂസ ഇനി രക്ഷയില്ല, നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇന്നല മുതറക്കുൻ. മൂസാ നബി കൂടെ ഉണ്ട്. ആ മൂസാ നബി ഇട്ടപ്പം പാമ്പായ വടിയും ആരെ കയ്യിലുണ്ട്? മൂസാ നബിൻ്റെ കയ്യിലുണ്ട്. ഉറപ്പല്ലേ? ആ സമയത്താണ് മൂസാ നബി എന്ത് പറഞ്ഞത്? ഇന്ന റബ്ബി മഈ സയഹ്ദീൻ. നിങ്ങൾ ബേജാറാക്കണ്ട, എൻ്റെ റബ്ബ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഫിറൗൻ്റെ കൊട്ടാരത്തിൽ മാത്രമല്ല, എൻ്റെ റബ്ബ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരു വഴി റബ്ബ് കാണിച്ചു തരും. ബേജാറാകല്ലേ, ഒരു വഴി പടച്ചോൻ കാണിച്ചു തരും. അള്ളാഹ് പറഞ്ഞു, മുസാവദിരിബ്യാസാക്കൽ ബഹർ, അടിച്ചോന്ന് പറഞ്ഞു. ആ വടിയുണ്ട്, നേരത്തെ കൊട്ടാരത്തിലിട്ട് അതേ വടിയുണ്ട് ഒന്ന് സമുദ്രത്തിൽ അടിച്ചാണെന്ന് പറഞ്ഞു. അടിച്ചപ്പം ഫലക്കൽ ബഹർ, സമുദ്രം രണ്ടായി മാറി. അതിലൂടെ അവർ ഇതൊക്കെ കണ്ട ആൾക്കാരാണ് ആര്? അല്ലേ? അപ്പോൾ അള്ളാഹുൽ എത്ര വിശ്വാസം കൂടണം. എന്നിട്ട് അവർ കടന്നിപ്പുറത്ത് വന്നു.
പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പുറത്ത് വന്നു, ഫിറൗനും കുട്ടിയും മുങ്ങി മരിച്ചു. ഇതൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാണ്. അവിടുന്ന് തിരിച്ചുള്ള യാത്രയിലാണ് ഒരു ഉത്സവം കാണുന്നത്, ഒരു ആഘോഷം കാണുന്നത്. അപ്പോഴാണ് മൂസാ നബിയോട് അവർ പറഞ്ഞത്, ഇജാൽ ലന ആലിഹത്തൻ കമാലുഹാൽ, നമുക്ക് ഓർക്ക് ഇലാഹുള്ള പോലെ ഒരു ഇലാഹിനെ നമുക്ക് ഉണ്ടാക്കിക്കൂടെയാണ്. ആര് ഈ പോണ പോക്കിലാ ഒരു പറഞ്ഞത്, മനസ്സിലാണ്ട പറഞ്ഞത്. ഓലെ കൊന്നാ മതിയാ. എന്നിട്ട് ആ മൂസാ നബിനെ ഓല ഇട്ടിട്ട് പിന്നെ സുയിപ്പാക്കൽ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ്. അപ്പോഴൊന്നും എന്ത് കിട്ടിയിട്ടില്ല? തൗറാത്ത് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിയ ശേഷം നബി ഖുർആൻ ഓതിയിട്ട് പ്രബോധനം ചെയ്തതാണ്. ഇത് വേദഗ്രന്ഥം ഇറങ്ങണ മുമ്പ് തന്നെ ദൃഷ്ടാന്തങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ആര്? ഇവർ അത്രയും ശക്തമായി ഈമാൻ കൂടുന്ന ആൾക്കാരാ. എന്നിട്ട് അവസാനം മൂസാ നബി പറഞ്ഞു, അള്ളാഹ് കൽപ്പിച്ചു തുരിസിന പർവ്വതത്തിൻ്റെ മേലേക്ക് തൗറാത്ത് വാങ്ങാൻ വരാൻ പറഞ്ഞപ്പം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിട്ട്, സഹോദരൻ ഹാറൂനെ ബല നോക്കാൻ വേണ്ടി, രണ്ടാൾ കൂടി പോയാൽ ശരിയാവില്ല, ബല കൂടെ ഇമ്മാരി കൗമബല് ഇവരെ ഏൽപ്പിച്ചിട്ട് ആര് പോയി? മൂസാ നബി പോയി തൗറാത്ത് വാങ്ങി. നമ്മളെ ഗ്രന്ഥറ്റ് വരിക, തൗറാത്തിനും പേര് ഖുർആൻ തന്നെ ഉണ്ട്, തൗറാത്ത് ഇഞ്ചിലൊക്കെ ഖുർആൻ തന്നെയാണ്. ആ ഖുർആനും കൊണ്ട് വരിക. ഭയങ്കര സന്തോഷത്തിൽ വന്നപ്പോൾ ഇവരെ പണി എന്താ? ഒരു പശുക്കുട്ടിനെ വെച്ചിട്ട് ആരാധിക്കുകയാണ്. മനസ്സിലായില്ലേ? മൂസാ നബിക്ക് ദേഷ്യം പിടിച്ച മൂസാ നബി ഹാറൂൻ നബിൻ്റെ താടി പിടിച്ചതൊക്കെ പറയുന്നുണ്ട് ഖുർആനിൽ. പിടിച്ച് വലിക്കല്ല, ലാ തഖ്ബി ലിഹിയത്തി വലാബിർ. ഇവർ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് അവർ കേൾക്കാതെ ചെയ്ത പണിയാണ്. അപ്പം അത്രയും നന്ദികേടും പിന്നെ വൃത്തികേടും ചെയ്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയത്. അപ്പം ഞാനത് പറഞ്ഞതിനാന്ന് വെച്ചാൽ, അവർക്ക് ഭാരമുള്ള നിയമങ്ങൾ ഉണ്ടാകാൻ കാരണം അവരുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ ഭാരമുള്ള തീരുമാനങ്ങൾ നമുക്ക് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അല്ലാഹു തആല ആദ്യം തന്നെ ഗ്രന്ഥം തന്നു. ആ ഒരു പ്രവാചകനെ ആ ഗ്രന്ഥവുമായിട്ട് നിയോഗിച്ചു. ആ പ്രവാചകനും ആ ഗ്രന്ഥവും തന്നെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം, മുജിസത്ത്. അത് കാണുന്നു, അത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഗ്രന്ഥം കയ്യിൽ തന്നുകൊണ്ട് അല്ലാഹു തആല ഒരു റസൂലെ നിയോഗിച്ചു. ആ റസൂലെ നിയോഗിച്ചത് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനി നമ്മൾ ആ അനുഗ്രഹത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ, അതിൽ നമ്മൾ വിട്ടുനിന്നാൽ അള്ളാഹുവിൻ്റെ കോപവും ക്രോധവും നമുക്ക് മേൽ വരും. അപ്പോൾ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ എന്ന് പറഞ്ഞാൽ മുൻ വേദഗ്രന്ഥക്കാർ ആ വേദഗ്രന്ഥത്തോട് കാണിച്ച അന്യായം, ആ അന്യായവും അനീതിയും ചെയ്യുന്നവരായി ഞങ്ങളെ മാറ്റല്ല പടച്ചോനേന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ക്രോധവും കോപവും വന്നാൽ അതൊരു വ്യക്തിയാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും അതെന്ത് ചെയ്യും? നശിപ്പിക്കും. അതാണ് റബ്ബന വലാ തഹ്മിൽ. ഇനി ഇത് കുറച്ചും കൂടി വ്യക്തമായാൽ എപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ ബാക്കിയും കൂടി പറയുമ്പോഴാണ് വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി എന്ന് പറയുമ്പം കുറച്ചും കൂടി വ്യക്തമാവും. താങ്ങാൻ പറ്റാത്തതൊന്നും തരല പഠിച്ചവനേതാ. താങ്ങാൻ പറ്റാത്തത് കിട്ടിയാർക്ക്? മുൻ സമൂഹത്തിന്. അവർക്കത് താങ്ങാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വിഷയമാണിത്. അപ്പം അള്ളാഹുവിൻ്റെ വെറുപ്പും അള്ളാഹുവിൻ്റെ ക്രോധവും നമുക്ക് മേൽ വന്നാൽ മുൻ സമുദായത്തെപ്പോലെ നമ്മളും ആകും. ആ മുൻ സമുദായത്തെപ്പോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ അങ്ങനെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുക വഴി നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഈ ആയത്ത് ശ്രദ്ധിക്കും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് ലോലമായി പെരുമാറുന്നത്. വലൗ കുൻത ഫല്ലൻ ഖലീലൽ കൽബി. താങ്കൾ കഠിന ഹൃദയനും പരിക്ക സ്വഭാവമുള്ളവനുമായിരുന്നെങ്കിൽ ലൻഫല്ലു മിൻ ഹൗലിക. താങ്കൾക്ക് ചുറ്റും ആളുകൾ ഉണ്ടാകുമായിരുന്നില്ല, അവർ പിരിഞ്ഞു പോകുമായിരുന്നു. എന്താണ്? പരിക്ക സ്വഭാവം, കഠിന ഹൃദയം, അത് നമുക്കുണ്ടായാൽ
നമ്മളെ മേൽ പല ഭാരങ്ങളും വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഖുർആനിലൂടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. നമ്മളതിന് നേരെ പുറംതിരിഞ്ഞ് നിന്നാൽ ജീവിതം പ്രയാസമുള്ളതാവും. ജീവിതം പ്രയാസമുള്ളതാവും. അപ്പം നബിയോട് പറഞ്ഞു, നബിയെ താങ്കൾക്ക് ചുറ്റും ഈ ആളുകൾ ഇരിക്കണം എന്തുകൊണ്ടാണ്? താങ്കൾ അലോലമായി ആളുകളോട് പെരുമാറുന്നതുകൊണ്ടാണ്. കഠിനമായുള്ള പെരുമാറ്റമല്ല, ലോലമായ പെരുമാറ്റം. നിയമങ്ങൾ വളരെ ലളിതമാണ്. ബാക്കി അതുകൊണ്ട് ഫഅഫു അൻഹും, അവർക്ക് നീ മാപ്പ് കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് നീ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. വശാവിർഹും ഫിൽ അംരി, കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചിക്കുക. ഫൈദ അസംത, തീരുമാനിച്ചാൽ തവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു തവക്കുലാക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടും. ഈ തവക്കുലിൻ്റെ കുറവുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഭാരം ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും ഭാരമായിട്ട് തോന്നുന്നത് തവക്കുലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് പിന്നെ ഇനി ചെയ്യണോ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആശങ്കിച്ച് നിൽക്കരുത്. നമ്മൾ വൈദ അസംതവും, നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ നമുക്കതിന് മാർഗത്തിൽ നടക്കൂലേ, ഞടങ്ങാറാകും, അങ്ങനൊരു ചിന്ത വരരുത്. നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ സംശയിക്കരുത്. അള്ളാഹുൽ തവക്കുലാക്കിയിട്ടാണ്ട് ഇറങ്ങുക. ആ തവക്കുലാക്കിയാണ്ട് ഇറങ്ങിയാൽ അത് എളുപ്പമാവും, ഇല്ലെങ്കിൽ അത് ഭാരമാവും. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. നമ്മളെ കൂടെ എന്താ വേണ്ടത്? അള്ളാഹിൻ്റെ സഹായം നമ്മളെ കൂടെ ഉണ്ടായാൽ മതി. അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെന്താക്കാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല. വൈ യഹ്ദുലുക്കും, ഇനി അള്ളാഹ് നിങ്ങളെ കൈവിട്ടാലോ? ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, അതിന് ശേഷം നിങ്ങളെ ആര് സഹായിക്കാനാ? അള്ളാഹ് കൈവിട്ടാൽ പിന്നെ പോയി. അള്ളാഹ് കൈവിട്ടാൽ ഈ ലോകം മുഴുവനും നമുക്ക് അനുകൂലം എന്നിട്ട് കാര്യമില്ല. അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ ലോകം മുഴുവനും നമുക്ക് എതിരായാലും പ്രശ്നമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസവും തവക്കുലും കുറയുമ്പോഴാണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഭാരമായിട്ട് മാറുക. ബാക്കി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന് മേൽ ബരമേൽപ്പിക്കട്ടെ. ഈമാനുണ്ടെങ്കിൽ അള്ളാഹുവിന് മേലാണ് ബരമേൽപ്പിക്കേണ്ടത്. വമാ കാന ലി നബിയ്യിൻ അൻ യഗുല്ല, ഒരു പ്രവാചകനും എന്തെങ്കിലും വഞ്ചിച്ചെടുക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു പ്രവാചകനും എന്ത് ചെയ്യാൻ പാടില്ല, ആരും പറ്റിച്ചും ചതിച്ചും ഒന്നും ഉണ്ടാക്കരുത്. അത് നബിനോട് പറയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താ? വമൻ യഗ്ലുൽ, ആരെങ്കിലും ആരെയും പറ്റിച്ച് ചതിച്ച് വല്ല ഉണ്ടാക്കിയാൽ യഗ്തി ബിമാ വല്ല യൗമൽ ഖിയാമ, ആ പറ്റിച്ച സാധനത്തെ ഖിയാമത്ത് നാളിൽ വരും. ഒരാളെയും പറ്റിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ വഞ്ചിച്ചെടുത്ത പറ്റിച്ചിട്ടുണ്ടാക്കിയ സാധനമായിട്ട് ഖിയാമത്ത് നാളിൽ അവൻ വരും. സുമ്മ തുവവ്വ കുൽ നഫ്സിൻ മാ കസബത്ത്, പിന്നീട് അവർ സമ്പാദിച്ചതിനൊക്കെയുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, ഒരിക്കലും അനീതിയൊന്നും ചെയ്യൂല, അവരോടൊരിക്കലും അനീതി കാണിക്കപ്പെടില്ല. അവരാ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടോളെ, അഫമനിത്തബഅ റിദ്വാനല്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റിയ ഒരുത്തൻ, കമം ബാഅ ബിസഖത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ക്രോധത്തിന് വിധേയനായവനെ പോലെയാണോ? എങ്ങനെ? അള്ളാഹുവിൻ്റെ റിള കിട്ടിയ ഒരാൾ അള്ളാഹുവിൻ്റെ ക്രോധത്തിന് വിധേയമായ ആളുകളെപ്പോലെയാണ്. ആരാ അള്ളാഹിൻ്റെ ക്രോധത്തിന് വിധേയമായ ആൾക്കാർ? മുൻ സമുദായം. മുൻ സമുദായത്തിന് കിട്ടിയതെന്താ? അള്ളാഹിൻ്റെ ക്രോധവും വെറുപ്പല്ലേ. എന്നാൽ മുഹമ്മദ് നബി സമൂഹത്തിന് ഭയങ്കരമായ അനുഗ്രഹം അള്ളാഹ് കൊടുത്തത്. അവർക്ക് അള്ളാഹിൻ്റെ റിദ്വാൻ കിട്ടിയിട്ടുണ്ട്, സംതൃപ്തി കിട്ടിയിട്ടുണ്ട്. രണ്ടും ഒരേപോലെയാണോ? അല്ല. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? ഓലേക്കാൾ മോശമാകണം. ജൂതന്മാരെക്കാൾ ക്രിസ്ത്യാനികളെക്കാൾ മോശമായിട്ടാണ് നമ്മൾ ജീവിക്കണത്. മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അവരെക്കാൾ മോശമായിട്ടാണ്. ദൈവത്തിന് പുത്രനുണ്ടെന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, അല്ലേ? നമ്മളാൾക്കാർ പറഞ്ഞത് ദൈവം തന്നെയാണെന്നാ, പടച്ചോൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആര്? മടവൂരി ഷേഖ് പടച്ചോൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരേക്കാൾ മോശമാണ്. അപ്പം അള്ളാഹുവിൻ്റെ വെറുപ്പും ക്രോധവും, ജഹന്നം, അവൻ്റെ അഭയസങ്കേതം നരകമാണ്. വബീസൽ മസീർ, വളരെ മോശമായ സങ്കേതമാണത്.
ഇതല്ല പറയാ ഹും ദറജാത്തുൻ ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജകളുണ്ട്, ഉന്നതമായ പദവികളുണ്ട്. ആ പദവികൾ കിട്ടാൻ കാരണം എന്താ? വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവരുടെ അമലുകളെക്കുറിച്ച് അള്ളാഹു കണ്ടറിയുന്നവനാണ്. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതു അലല്ലദീന മിൻ ഖബലിന രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചാലേ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ അറിയോ? നമ്മുടെ അമലുകൾ ശരിയാകും. അമലുകൾ ശരിയാകുന്നതിലൂടെ നമ്മളെ പദവികൾ ഉയരും. ഒരു മനുഷ്യനെ നമ്മൾ മരിച്ചോടത്ത് പോകുന്ന ആൾക്കാരാണല്ലോ അല്ലേ? മരിച്ചോടത്ത് പോകുന്ന ആൾക്കാരാണ്. മരിച്ചോടത്ത് ചെന്നാൽ മയ്യത്തിൻ്റെ മുഖം മൂടിയിട്ടുണ്ടാവും അല്ലേ? മയ്യത്തിൻ്റെ മുഖം നമുക്കിങ്ങനെ തുറന്ന് കാണിച്ചു തരും. അപ്പം നമ്മളെന്താ പറയണ്ടേ? എന്താ പ്രാർത്ഥിക്കേണ്ടേ? മയ്യത്ത് കാണുമ്പോൾ എന്താ പറയണ്ടേ? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വർഫഇ ദറജതഹു ഫിൽ മഹ്ദീൻ. എന്താ ദറജ പറഞ്ഞാൽ? ഗ്രേഡാണ്. ഗ്രേഡ് ഉയർത്തി കൊടുക്കുക പടച്ചോനെ. വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അള്ളാഹുവെ സന്മാർഗികളായ ആളുകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പദവി നീ ഉയർത്തി കൊടുക്കപ്പെടും. നമ്മളിപ്പോൾ ഇവിടെ ഒരു 100 ആൾ ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ 100 ആൾക്കും 100 ഗ്രേഡാണ്. 100 ഗ്രേഡാണ്. ഗ്രേഡ് എന്തിനനുസരിച്ചാണ്? ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഗ്രേഡ് കുറേ കിട്ടില്ലേ കുട്ടിക്ക്? ഗ്രേഡ് എന്തിനനുസരിച്ചാണ്? മാർക്കിനനുസരിച്ചാണ് ഗ്രേഡ് അല്ലേ? മാർക്ക് എന്തിനനുസരിച്ചാണ്? പരീക്ഷ എഴുതിനനുസരിച്ചാണ് അല്ലേ? ഈ ദുനിയാവിലെ നമ്മളെ ജീവിതം എന്താണെന്നാണ് പറഞ്ഞത്? പരീക്ഷയാണ് അല്ലേ? നമ്മൾ എഴുതുന്ന പരീക്ഷയാണ് നമ്മളെ അമൽ അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ സുബഹി നിസ്കരിച്ചു, സുബഹി മട്ടത്തിന് നിസ്കരിച്ചവന് ഗ്രേഡ് കൂടുതലാണ്. സുബഹി ജമാഅത്തായി മട്ടത്തിന് അതിൻ്റെ കൃത്യമായിട്ട് നിയ്യത്തൊക്കെ ശരിയായി ശ്രദ്ധയോട് കൂടി നിസ്കരിച്ചവന് ഗ്രേഡ് കൂടുതലാണ് അല്ലേ? പിന്നെ ചില ആൾക്കാർ ഇഷ്റാഖും നിസ്കരിച്ചു, അവർക്ക് പിന്നെയും ദർജ കൂടി അല്ലേ? ഇനി ലൊഹി നിസ്കരിക്കും, അപ്പോൾ ദർജ പിന്നെയും കൂടി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യുക? ദർജ. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ ആളുകൾക്കും ഓരോ ദർജയാണ്. അള്ളാഹു നമ്മളെ പദവി ഉയർത്തി തരട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ മരിച്ചൊരു മയ്യത്ത് കാണുമ്പോൾ പടച്ചോനെ ഇയാളെ ആയുസ് അവസാനിച്ചു, ഇനി അയാൾക്ക് അമലില്ല, ഉണ്ടോ? ഇനി അയാൾക്ക് അമലുണ്ടോ? അമലിൻ്റെ കാലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പം അമൽ പരീക്ഷ പൂർത്തിയായി, ബെല്ലടിച്ചു. ഇനി ചിലപ്പം എന്തെങ്കിലുമൊക്കെ മറ്റേ CE മാർക്കും മറ്റൊക്കെ വരാനുണ്ടാവും. ആ മാർക്കാണ് ഇത് നമ്മൾ ചെയ്ത ജാരിയായ സ്വതക്കകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത് നമുക്ക് വേറെ വരാനുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ഓരോന്നും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ്. അമൽ പൂർത്തിയായി. അപ്പോൾ അമൽ പൂർത്തിയായപ്പം ഒരു മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം റബ്ബിനോട്. മരിച്ച മനുഷ്യന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, പടച്ചോനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് മരിച്ചു കിടക്കുന്നത്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് റബ്ബെ, വർഫഇ ദറജതഹു, ദറജ ഉയർത്തി കൊടുക്കുക പടച്ചോനെ, ഇപ്പോഴുള്ള ഗ്രേഡിനേക്കാൾ ഉയർത്തി കൊടുക്കുക പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു പദവിയുണ്ട്, ദറജയുണ്ട്. അത് മുൻ സമുദായത്തിനുള്ള ദറജയേക്കാൾ കൂടുതൽ ദറജ മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിങ്ങൾക്കുണ്ട്. മനസ്സിലായി പറഞ്ഞത്? ലഖദ് മന്നല്ലാഹു, എന്താ അതിൻ്റെ കാരണം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ മേൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അള്ളാഹു അവർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എങ്ങനെയാണ് ആ അനുഗ്രഹം നമുക്ക് കിട്ടപ്പോൾ നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം തരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോലി ചെയ്യാത്ത ഒരാൾക്ക് ജോലി കിട്ടി അല്ലേ? ശമ്പളം കിട്ടാത്ത ഒരാൾക്ക് ശമ്പളം കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു ലാഭം ഒരാൾക്ക് കിട്ടി, ഒരു കച്ചവടം നടന്നു, ഇതൊക്കെ അല്ലേ? ഇതേമാതിരി അള്ളാഹു നമുക്ക് റസൂലിലൂടെ തന്ന അനുഗ്രഹം എങ്ങനെ നമുക്ക് കിട്ടുക? കീശയിൽ പൈസ വരണ്ടേ അല്ലേ? ഈ അനുഗ്രഹം എങ്ങനെ? റസൂലിനെ അനുയോഗിക്കുക വഴി കിട്ടിയ അനുഗ്രഹം എങ്ങനെ നമുക്കത് കിട്ടൽ? യത്ലു അലൈഹിം, അവൻ്റെ ആയത്തുകൾ ഊതിക്കേൾപ്പിക്കപ്പെടും അവർക്കുമേൽ. ചിന്തിക്കണം കേട്ടോ, തദബ്ബുർ ചെയ്യണം. ഖുർആൻ നമ്മൾ ഓതലും
നമ്മൾക്ക് മേൽ ഒരാൾ ഓതിത്തരലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇവിടെ ഖുർആൻ ഓതി എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബി നമുക്ക് അനുഗ്രഹമായത് എങ്ങനെ? അദ്ദേഹം നിങ്ങളുടെ മേൽ ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരുന്നു. അപ്പോൾ ഓതിത്തരുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഓതിത്തരണമെങ്കിൽ എന്ത് വേണം? ഒരു അധ്യാപകൻ്റെ മുന്നിൽ പോയിരിക്കണം, ഒരു ഉസ്താദിൻ്റെ മുന്നിൽ പോയിരിക്കണ്ടേ? അല്ലേ? അപ്പോഴല്ലേ ഉസ്താദ് ഓതുക. ഈ ആയത്ത് നമ്മൾ ഓതിയില്ലേ? ഓതി കേട്ടില്ലേ? അപ്പം നമ്മൾ സ്വന്തം ഓതുന്നതും നമുക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന വ്യത്യാസമുണ്ട്. യത്തുലു അലൈഹിം, അവർക്ക് മേൽ ഓതി കേൾപ്പിക്കുകയാണ് റബ്ബിൻ്റെ വചനങ്ങൾ, ആയത്തുകൾ. മനസ്സിലാകണ്ട എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയിരിക്കണം എന്നർത്ഥം. പഠിക്കണം. ഇപ്പോൾ അധ്യാപകൻ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ നിന്ന് വായിക്കുന്നതും അധ്യാപകൻ നമുക്കത് വായിച്ച് തന്ന് പഠിപ്പിക്കണം വ്യത്യാസമുണ്ടോ? ഇല്ലേ? അതുതന്നെയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് എന്താണ്? ഖുർആൻ പഠിക്കണ ഒരു സദസ്സിൽ വന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് മേൽ മറ്റൊരു അനുഗ്രഹവും വേറെ ഇല്ല. പിന്നെ അങ്ങനെ ഊതിത്തരുന്നതിലൂടെ ചെയ്യുന്ന കാര്യം യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയാണ്, അല്ലേ? നമുക്ക് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഓരോ കാര്യങ്ങളിലും കിട്ടുകയാണ്. വീണ്ടും പറയാണ് വയുഅല്ലിമുഹുമുൽ കിതാബ, കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓതി കൊടുക്കുക മാത്രമല്ല, പഠിപ്പിക്കുക. അതാണ് നമ്മൾ ചില ആയത്തുകളൊക്കെ കാണാതെ പഠിപ്പിക്കണത്. കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞത് ബോർഡുമേൽ പ്രാർത്ഥനകൾ എഴുതി പഠിപ്പിക്കണതൊക്കെ. വൽ ഹിക്മ, ഖുർആനും ഖുർആൻ്റെ വിശദീകരണമായ ഹദീസും നബിൻ്റെ ചര്യകളും അതിൻ്റെ പ്രായോഗിക വിഷയങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൈങ്കാനോ മിങ്കബലി ലഫി ദലാലി മുബീൻ, ഇതൊക്കെ പഠിക്കണ മുമ്പ് അവർ വ്യക്തമായ വഴികേട് തന്നെയാണ്. പഠിക്കണതിന് മുമ്പ് എന്തായിരിക്കും? വ്യക്തമായ വഴികേടിലാണ്. ഇത് പഠിക്കുമ്പോൾ എന്താകും? വഴികേട് പോയി സന്മാർഗത്തിലേക്ക് വരും, ഹിദായത്തിലേക്ക് വരും. മറ്റേ ദലാലി മുബീൻ തന്നെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത് മുൻ സമുദായങ്ങൾ അവർക്ക് മേലുണ്ടായ ഏറ്റവും വലിയ ഭാരം അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ മാറി നിന്നു, അവരകന്നു നിന്നു. അത് പഠിക്കാൻ അവർ തയ്യാറായില്ല. ഇതെവിടെ ഖുർആനിൽ പറഞ്ഞറിയാം നിങ്ങൾ? എവിടെ? സൂറത്ത് അൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചായത്താ. അവരാരെപ്പോലെയായി? അവരുടെ ഹൃദയങ്ങൾ സുമ്മ കസത്ത് കുരൂബുഹും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, പാറക്കല്ല് പോലെയുള്ള ഹൃദയത്തിൻ്റെ ആൾക്കാരായി. നബീനെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? ലോല ഹൃദയൻ, അല്ലേ? പരിക്ക സ്വഭാവം ഇല്ല, ഉണ്ടോ? ഇല്ല, സൗമ്യനാണ്. മുൻ സമുദായത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? കസത്ത് കുലൂബ്, ഹൃദയം കടുത്തുപോയി. എന്നിട്ട് അള്ളാഹ് പറയാ ഏതിനേക്കാൾ? കല്ലിനേക്കാൾ കടുത്തു, അശുദ്ധ കസ്വ. എന്നിട്ട് അള്ളാഹ് പറയാം ആ കല്ലുകളിൽ ചിലത് അതിൽ വരെ നിങ്ങൾ മലൻ്റെ മേലെ പോയാൽ വെള്ളം കാണാം. എത്രയും ഉയരത്തിൽ ആ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഹിമാലയത്തിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. പർവ്വതത്തിൻ്റെ മേലിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. കല്ല് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് കാണാം. പാറക്കല്ലുകൾ അള്ളാനെ പേടിച്ചിട്ട് യഹ്ബിത്തു മിൻ ഖശിയത്തില്ല, ഉരുണ്ട് വീണ പാറക്കല്ലുകൾ, ഒലിച്ചു വന്ന വലിയ വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ നിങ്ങൾക്ക് കാണാം. അപ്പം മുൻ സമുദായം അവർക്ക് ഇത്രയും വലിയ ഭാരം ഉണ്ടാക്കി വെച്ച കാര്യം അവർ വേദഗ്രന്ഥത്തിൽ നിന്ന് അകന്നുപോയി, അതവർ പഠിക്കാൻ തയ്യാറായില്ല, മാറി സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതു അലല്ലദീന മിൻ ഖബില പറഞ്ഞാൽ മുൻ സമുദായത്തെ പോലെ ഞങ്ങൾ ഞാക്കല്ല പടച്ചോനെ, ഖുർആൻ പഠിക്കാത്ത സുന്നത്ത് പഠിക്കാത്ത ഇതിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല പടച്ചോനെ എന്നാണ്. അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ചിലതൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത പലതും ചിലപ്പോൾ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ റബ്ബിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴാണ് എന്താ നടക്കാതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ആ ഭാഗമാണ്. അത് എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന അവിടെ പ്രസക്തമാകുന്നത് എന്നതും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ അയൽപക്കത്തെ
8ാം ക്ലാസ് മുതൽ ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നാളെ രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം വേങ്ങര കൂരിയാട് ആ ഓഡിറ്റോറിയത്തിൽ ജംസോഡി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ ആ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അപ്പം വെറുതെ വരിയിൽ മൊബൈലും കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ കുറച്ച് സമയം അവർ അള്ളാഹിനെ പറ്റിയും ഖുർആനെ പറ്റിയും അവർ കേൾക്കട്ടെ. ജീവിതമെന്ന് 8ാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികൾ, 8ാം ക്ലാസ് മുതലുള്ള, ഇപ്പോൾ 7ാം ക്ലാസ്സിലും 5ലൊക്കെ വലിയ കുട്ടികളാണെങ്കിൽ പോലും പങ്കെടുപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അവരെങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചാൽ മതി. നാളെ രാവിലെ 8:30 മണിക്ക് ഇവിടെ എത്തിച്ചാൽ മതി. ഒരു 8:15 8:30 മണിക്ക് ബസ് പോകും. ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്ക് 9 മണിന് മുമ്പായിട്ട് ഇവിടെ എത്തിക്കുക. ഇവിടെ എത്തിച്ചാൽ സെൻറ്ററിൽ എത്തിച്ചാൽ നമുക്ക് ഇവിടുന്ന് വാഹനം പോകുന്നുണ്ട്. 9 മണിയാ 9 മണിക്ക് അവിടെ പരിപാടിയാണ് പാവട്ടേക്ക. നാളെ ക്ലാസ് ഉണ്ടോ? അപ്പോൾ എന്നാൽ ക്ലാസ് മുടക്കണ്ട. ക്ലാസ് കഴിഞ്ഞ ഉടൻ ഒരു 8:30 8:45 ഇൻഷാ അല്ലാഹ് നമുക്കവിടെ പോയാൽ ഒരു 9 മണിക്ക് പോയാലും 9:15 ആകുമ്പോഴത്തേനും അവിടെ ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് നോക്കിയിട്ട് പുറപ്പെടുക. പിന്നെ അപ്പോൾ ഇവിടെ സെൻറ്ററിലേക്ക് എത്തിക്കുക. കുട്ടികളെ സെൻറ്ററിലേക്ക് എത്തിച്ചാൽ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് നമ്മളെ ക്ലാസ് കഴിഞ്ഞ ഉടനെ പുറപ്പെട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അവിടെ പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്ക് എന്തായാലും ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് അവിടെ എത്താൻ പറ്റും. ക്ലാസ് കഴിഞ്ഞാൽ 9 മണിക്ക് ക്ലാസ് പുറപ്പെട്ടാൽ ഇവിടുന്ന് 1/2 മണിക്കൂർ മതി യാത്ര. ഇത്രയല്ലേ ഉള്ളൂ. കക്കാട് കൂരിയാടല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പെൺകുട്ടികളെ ഇവിടേക്ക് എത്തിക്കുക. പിന്നെ സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവും. എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവി അല്ലാഹു ഉയർത്തി തരട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.